ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അമ്മാവന്മാരും അച്ചാച്ചന്മാരും ഒക്കെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് അമ്പിളിമാമനെ കാണിച്ചു തന്നിട്ട് കഥ പറയും. ഇപ്പോൾ പിന്നെ കുട്ടികൾക്ക് അമ്പിളിമാമൻ്റെ കഥയൊന്നും ആരും പറഞ്ഞു കൊടുക്കണം കേൾക്കാനില്ല. പണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വാശി പിടിച്ചു കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അമ്പിളിമാമനെ കാണിച്ചു തന്നിട്ട് ഓരോരോ കഥകളും പറഞ്ഞു തന്നാണ് മക്കൾ ഉറക്കുക. ഇന്നിവിടെ 2 വീടിൻ്റെ നടുവിലായിട്ട് പൂർണ്ണചന്ദ്രൻ ഉദിച്ച് തിളങ്ങി നിൽക്കണം. എന്തൊരു ഭംഗിയാണ്! സൂര്യ ഉദിച്ച പോലുള്ള ശോഭയാണ് ഇന്നത്തെ അമ്പിളിമാമനെ കാണാനുള്ള ഭംഗി. ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് നമ്മൾ ആകാശത്ത് നോക്കിയിട്ട് അമ്പിളിമാമ അമ്പിളിമാമ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മൾ കഥകളുണ്ടാക്കും, കഥകൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ആർക്കും അമ്പിളിമാമനെ കാണാനും നോക്കാനും കഥകൾ പറയാനും നേരമില്ല. TV, സീരിയൽ, മൊബൈൽ, ലാപ്ടോപ്പ് കളികൾ ഒക്കെയായിട്ട് ആരും അമ്പിളിമാമനെ നോക്കി കഥകൾ പറയാനും അമ്പിളിമാമൻ്റെ ചന്തം വർണ്ണിക്കാനും ആർക്കും നേരമില്ല. അമ്പിളിമാമ ഉദിച്ചു ഉയരുന്ന അമ്പിളിമാമനെ നോക്കിയിട്ട് ആരാണ് ഒന്ന് നോക്കി ചിരിക്കാത്തതും സന്തോഷിക്കാത്തതും അല്ലേ? ഇന്നത്തെ ദിവസം അമ്പിളിമാമൻ വളരെ പൂർണ്ണചന്ദ്രനായിട്ട് നല്ല ശോഭയിലാണ്, സൂര്യ ഉദിച്ച് വരുന്ന പോലുള്ള ശോഭയിലാണ് നിൽക്കുന്നത്. മാനത്താണെങ്കിൽ നക്ഷത്രങ്ങളൊന്നുമില്ല. ഓരോ നക്ഷത്രങ്ങളെയും നോക്കി എണ്ണി 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 അപ്പോഴേക്കും ഒരാൾ മറിയും, അപ്പോഴേക്കും ഒരാൾ ഉദിക്കും. അങ്ങനെ ഒരുപാട് നേരം ആകാശത്തേക്ക് നോക്കിയിരിക്കും. പഴയ നല്ല നല്ല ഓർമ്മകളാണ് കേട്ടോ ഇതൊക്കെ. നിങ്ങൾക്കുമില്ലേ ഇങ്ങനെയുള്ള ഓർമ്മകളും കഥകളൊക്കെ? ചെറുപ്പത്തിൽ അമ്പിളിമാമൻ്റെ പാട്ട് കേട്ട് ഉറങ്ങാത്തവരാരെങ്കിലും ഉണ്ടോ?